ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹമാസിനോട് പ്രതികാരം ചെയ്യാനിറങ്ങിയ ഇസ്രായേലിന് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് സ്വന്തം മകൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടെ അമേരിക്കയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ചെങ്കടൽ വഴിയുള്ള വ്യാപാരത്തെ തടഞ്ഞ് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഗ്രൂപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചാവേർ ഗ്രൂപ്പ് എന്നതിൽ നിന്ന് ആയുധശക്തി എന്ന രൂപത്തിലേക്ക് കരുത്താർജിച്ചു കഴിഞ്ഞതായാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ലോകരാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ സൈനിക ആയുധശേഖരങ്ങൾ ഹൂതികൾക്കുണ്ടെന്ന് അമേരിക്കൻ സൈന്യവും സമ്മതിച്ചു കഴിഞ്ഞു. ഹൂതികളുടെ ആയുധശേഷി എങ്ങനെ വിലയിരുത്തണമെന്നതിനെ സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഇതുവരെ കൃത്യമായി ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അക്വിസിഷൻ ആൻഡ് അസൈൻമെന്റ് ഡിഫൻസ് അണ്ടർ സെക്രട്ടറി വില്യം ലാപ്ലേൻ്റെ പറയുന്നത് ഹൂതികളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ സൈന്യം വല്ലാതെ ഭയപ്പെടുകയാണ് എന്നാണ്. വാഷിംഗ്ടണിൽ നടന്ന ഒരു പ്രതിരോധ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഗാസ യുദ്ധം മേഖലയാകെ പ്രതിസന്ധിയാക്കിയ ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ചെങ്കടലിൽ വിന്യസിച്ച അമേരിക്കൻ നാവികസേനയ്ക്ക് ഹൂതികളുടെ ആയുധക്കരുത്ത് നേരിട്ട് കാണാൻ കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹൂതികളുടെ മിസൈൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ 200 മീറ്ററിനുള്ളിൽ വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് വില്യം ലാപ്ലാൻഡയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത്. ഹൂതികളുടെ ഭീഷണി ഒഴിവാക്കാൻ ജർമ്മനി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ വഴിമാറ്റിവിട്ടതും അമേരിക്കൻ ചേരിക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് വ്യാപകമായ ആക്രമണം നടന്നിരിക്കുന്നത്. ഹൂതികളുടെ ആക്രമണം സ്ഥിരീകരിച്ച പെൻറ്റഗൺ വക്താവ് കപ്പലുകൾക്ക് നാശനഷ്ടം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ ആക്രമണം ലക്ഷ്യം കണ്ടതായാണ് ഹൂതികൾ ഔദ്യോഗികമായി അറിയിച്ചത്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന് നേരെ ആക്രമണം നടത്തിയതായും ഹൂതികൾ വ്യക്തമാക്കി. ഹൂതികളുടെ മിസൈൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിൻ്റെ അരികിലെത്തിയെന്ന് പറഞ്ഞാൽ അത് തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് വലുതായിരിക്കും. നിരവധി യുദ്ധക്കപ്പലുകളുടെയും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും സംരക്ഷണത്തിൽ മുന്നോട്ട് പോകുന്ന USS എബ്രഹാം ലിങ്കൻ്റെ പരിസരത്ത് മിസൈലുകൾ പോയിട്ട് ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനവും ആണവ മിസൈൽ ഉൾപ്പെടെ വഹിക്കാവുന്ന പോർവിമാനങ്ങളും വഹിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഈ വിമാനവാഹിനി കപ്പൽ അമേരിക്കയെ സംബന്ധിച്ച് അഭിമാനവും എതിരാളികളെ സംബന്ധിച്ച് പേടി സ്വപ്നവുമാണ്. ഈ പേടിയാണിപ്പോൾ ഹൂതികൾ പഴങ്കഥയാക്കിയിരിക്കുന്നത്. ഏത് പ്രതിരോധ കോട്ടകളെയും തകർക്കാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ ഹൂതികൾ ആർജിച്ചതിനെ ഞെട്ടലോടെയും ആശങ്കയോടെയുമാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേലിലെ ടെലവീവിലേക്ക് ഒരു വിമാന മാതൃകയിലുള്ള ഡ്രോൺ പറത്തിയ ഹൂതികൾ അമേരിക്കൻ എംബസി ലക്ഷ്യമിട്ടപ്പോൾ 100 മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടമാണ് തകർന്ന് തരിപ്പണമായത്. ഹമാസിൻ്റെ മാത്രമല്ല ഹൂതികളുടെയും വളർന്നു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യം ഇസ്രായേലും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിരവധി ദീർഘദൂര മിസൈലുകളും ഹൂതികൾ തൊടുത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ പലതും ഇസ്രായേലിൻ്റെ കരുത്തുറ്റ അയൺ ഡോമിനെ മറികടന്നാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചത്. ഹൂതികളുടെ ഈ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തിനു പിന്നിൽ ഇറാനെയാണ് ഇസ്രായേലും അമേരിക്കയും സംശയിക്കുന്നത്. 1990 ശേഷം ഇറാനിൽ അവശേഷിച്ച സോവിയറ്റ് കാലഘട്ടത്തിലെ വിവിധ പ്രതിരോധ ഉപകരണങ്ങൾ നവീകരിച്ചാണ് ഹൂതികൾക്ക് കൈമാറിയിരിക്കുന്നത്. ഇതാണിപ്പോൾ അവർ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്ന് ലഭിച്ച പുതിയ ആയുധങ്ങളും ഹൂതികളുടെ കൈവശം എത്തിച്ചേർന്നതായാണ് അമേരിക്ക കരുതുന്നത്. മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമൊപ്പം തന്നെ ഹൂതികൾ വ്യോമ പ്രതിരോധ ഉപകരണങ്ങളുടെ ഒരു ഗംഭീര നിരയെയും വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 1 ഡസനിലധികം അമേരിക്കയുടെ ഡ്രോണുകളെയാണ് ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തിയത്. ഹൂതികളെ തകർക്കാൻ നിരന്തരം യമനിലെ താവളങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ബോംബിംഗ് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഹൂതികളുടെ ആക്രമണ വീര്യത്തെ ബാധിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കയുടെ അത്യാധുനിക സൈനികർക്കെതിരെ ഗറില്ല യുദ്ധം നടത്താനുള്ള ഹൂതികളുടെ ശേഷി വലിയ ഭീഷണിയായാണ് അമേരിക്കൻ ഭരണകൂടം വിലയിരുത്തുന്നത്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ഓഫ് വാർ പ്രോജക്റ്റിൻ്റെ സമീപകാല റിപ്പോർട്ട് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഹൂതികൾക്കെതിരായ പോരാട്ടങ്ങൾക്കായി പെൻറ്റഗൺ ചെലവഴിച്ചത് $2.5 ബില്യൺ.